ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പിറ്റ്സ്ബർഗ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടുന്ന് 9 മണിക്ക് ഫ്ലൈറ്റ് ഡെൻവർ, റൈറ്റ്? യാ, ടു ഡെൻവർ. വാട്ട്സ് എ സ്റ്റേറ്റ് നെയിം? യാ, കൊളറാഡോ എന്ന സ്റ്റേറ്റാണത്. അവിടെ ഒരു സ്റ്റോപ്പുണ്ട്. അവിടുന്ന് വീണ്ടും കണക്റ്റഡ് ഫ്ലൈറ്റാണ്. അടുത്ത ഫ്ലൈറ്റ് അവിടുന്ന് സ്പൊക്കാൻ, അതായത് വാഷിങ്ടൺ സ്റ്റേറ്റ്. അവിടെയാണ് നമ്മൾ അടുത്ത 10 ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, വാഷിങ്ടൺ സ്റ്റേറ്റിലും ആയിട്ട്. അപ്പോൾ ഒത്തിരി കാഴ്ചകളുണ്ട്. ഏകദേശം ബോർഡിങ്ങുള്ള ടൈമായി. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട്. അങ്ങനെ 5 മണിക്കൂർ നീണ്ട ഫ്ലൈറ്റ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ സ്പൊക്കാനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പോട്ടിലെത്തി. ഇവിടുന്ന് ഇനി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ ഹോട്ടലിലേക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അത് നമ്മൾ ആദ്യം ഈ 10 ദിവസത്തെ ട്രിപ്പിൽ ഏറ്റവും ആദ്യം പോകുന്ന സ്പോട്ട് ഗ്ലേഷ്യർ നാഷണൽ പാർക്കാണ്. അപ്പോൾ ആ പാർക്കിൻ്റെ വളരെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നേരെ ഹോട്ടലിലേക്ക്. നല്ല വിശപ്പ് തോന്നിയപ്പോൾ ഇവിടെ നിർത്തി. ഇതൊരാൾ റെക്കമെൻഡ് ചെയ്തതാണ്, വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റ്. നല്ല മിഡിൽ ഈസ്റ്റ് ഫുഡൊക്കെ ഇവിടെ കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. How is it? Good? നല്ല കിടു ഫുഡായിരുന്നു. അങ്ങനെ അവസാനം ഹോട്ടലിലെത്തി. സ്പൊക്കാനിൽ നിന്ന് 5 മണിക്കൂർ ഡ്രൈവ്. സോ നാളെ കാലത്ത് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ ടൈം 6:40. ടെമ്പറേച്ചർ 6 ഡിഗ്രിയാണ്, 6 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കാലത്തൊരു 5 മണിയായപ്പോൾ എണീറ്റ് ഹോട്ടലിൽ നിന്ന് റെഡിയായി, കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ച് നേരെ ഗ്ലേഷ്യർ പാർക്കിലേക്കുള്ള പോക്കാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 8 മണി ആകുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവും. ആ സമയത്ത് നമുക്ക് എത്തണം. അപ്പോൾ അന്ന് നമ്മൾ ഹോട്ടലിൽ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ റിസപ്ഷൻ ഡെസ്കിൽ പറഞ്ഞു ഇവിടുന്ന് ഒരു 45 മിനിറ്റ് നേരത്തെ ഡ്രൈവാണ് അവിടേക്കെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ട്രാഫിക് നൈസായിട്ടുണ്ട് കാലത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്, ലാസ്റ്റ് മൂമെൻറ്റിലേക്ക് വെക്കാണ്ട്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ ഗ്ലേഷ്യർ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ 5 ഡിഗ്രിയാണ് നിൽക്കുന്നത്. ഇനി മുകളിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയിലാണ്. അതിർത്തിയിൽ അമേരിക്കയിലെ മൊണ്ടന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉദ്യാനമാണിത്. ഇത് ഏകദേശം 10 ദശലക്ഷം മൈലാണ് ഇതിൻ്റെ ചുറ്റളവ്. അത്രയ്ക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു പാർക്കാണിത്. ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുപാളികളിൽ കൊത്തിയെടുത്ത പർവത നിരകളും അതിൻ്റെ താഴ്വരകളും പിന്നെ ഏകദേശം ഒരു 130 തടാകവും അതേപോലെ തന്നെ വന്യജീവികൾ. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ പർവ്വത ആടുകൾ, അതുപോലെ തന്നെ ഹിമക്കരടികൾ,
അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതേപോലെ ഈ സാഹസികമായിട്ട് ഹൈക്ക് ചെയ്യുന്നവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാർക്കാണിത്. ശരിക്കും പറഞ്ഞാൽ കാൽനടക്കാരുടെ പർദീസ എന്നാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്താ പറയുക, ബ്രെത്ത് ടേക്കിംഗ് സീനറി. പൊക്കോണ്ടിരിക്കുന്ന ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് ടു ദ സൺ റോഡ് എന്ന് പറയുന്ന ഒരു റോഡാണ്. ഇത് ആക്ച്വലി ഒരു എൻജിനീയേഴ്സ് വണ്ടറാണ്. അത്ഭുതകരമായൊരു റോഡാണിത്. ഏകദേശം 50 മൈൽ നീളുന്ന ഈ റോഡ്. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. ഈ കാണുന്ന പർവ്വതം അതിൽ ഒരുപാട് ചാലുകൾ നമുക്ക് കാണാൻ പറ്റും. അതിനെ കണ്ണീർ ചാലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ മേളിൽ നിന്ന് നമുക്ക് കാണാം. ആക്ച്വലി അത് ഈ മഞ്ഞുരുകി അത് വെള്ളം വന്ന് അങ്ങനെ ഒരു ചാലായി മാറിയതാണ്. ആക്ച്വലി ഈ പാർക്ക് ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ മാത്രമേ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കാറുള്ളൂ. കാരണം ബാക്കിയുള്ള ടൈമിൽ ഈ അതിശൈത്യത്തിലെ മഞ്ഞ് മൂലം എന്താ പറയുക, നമുക്ക് ഈ റോഡൊന്നും ക്ലിയർ അല്ല. അതേപോലെ ഭയങ്കര ഹൈലി റിസ്ക്കാണ്. അതുകൊണ്ട് വിസിറ്റേഴ്സിനെ ആരെയും അവർ ബാക്കിയുള്ള സമയത്ത് ഇങ്ങോട്ട് കടത്താറില്ല. സോ ഈയൊരു ഗ്ലേഷ്യർ നാഷണൽ പാർക്കിലെ വിസിറ്റേഴ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയാണ്. ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈക്ക് ചെയ്യാനും സൈക്ലിങ്, ബൈക്കിങ്, ഫിഷിങ്, ബോട്ടിങ്, റാഫ്റ്റിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് ശരിക്കും ഈ പാർക്കിൻ്റെ ആ ഒരു മനോഹാരിത മുഴുവനായിട്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയും ഒരു ജൂലൈ ടു സെപ്റ്റംബറിനുള്ളിൽ വന്ന് കാണുകയാണെങ്കിൽ. സെൻറ്റ് മേരീസ് തടാകത്തിൻ്റെ ഈ സൈഡ് വഴി ഒരു ഹൈക്കിംഗ് പാതയുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മൈല് പോയി കഴിയുമ്പോൾ ഈ സെൻറ്റ് മേരീസ് വാട്ടർഫാൾ എന്ന് പറഞ്ഞ മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇപ്പോൾ പോണത്. ഇവിടുത്തെ ഏക്കർ കണക്കിന് കാടാണ് കത്തി നശിച്ചത്. ഇത് കാണുമ്പോൾ നല്ല സങ്കടം തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും അറിയാണ്ട്.
വെയിലടിക്കുമ്പോൾ ആ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒന്നുകൂടി ആ പച്ച കളറും എല്ലാം വരുമ്പോൾ നല്ല സൂപ്പറായാണ്. പക്ഷെ എന്ത് ചെയ്യാം, മരത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ, കത്തിക്കരിഞ്ഞ്. സംഭവം 2.5 മൈൽസ് ഉള്ളൂ, പക്ഷെ നടന്ന് മനുഷ്യൻ്റെ ഊപ്പാടളയും. ഒന്നാമത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5000 അടി സമുദ്രനിരപ്പിന് മുകളിലായതുകൊണ്ട് ശ്വാസം തന്നെ അത്ര എളുപ്പമല്ല. You need some water to go? Not yet. It's cool. It's cool. That's great. Yep. അങ്ങനെ നടന്ന് അവസാനം ഒരു വിധത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. The falls? I did. Really nice. I'm like, you enjoyed them better. സംഭവം വെള്ളച്ചാട്ടം കിടുമായിരുന്നു. കിടുന്ന് പറഞ്ഞൊരു ഒന്നൊന്നര സാധനം. സായിപ്പന്മാരൊക്കെ അവിടെ നിന്ന് ചാടണം കണ്ടിട്ട് എന്നാൽ പിന്നെ നമ്മൾ മലയാളികൾ മോശമാക്കാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മളെടുത്ത് ചാടിയതാ. എൻ്റെ പൊന്നു ഊട്ടുക്കത്തെ തണുപ്പായിരുന്നു ആ വെള്ളത്തിന്. അസ്ഥി വരെ എന്താ പറയുക മരവിച്ച് പോയി. എന്തായാലും ശരീരമൊക്കെ നല്ല കിടിലനായിട്ട് തണുപ്പ് ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. തണുപ്പിൽ നിന്ന് അവിടെ ഒരു എന്താ പറയാ. ഹായ്. ഇത് കുറച്ച് ബുദ്ധിമുട്ട് റിസ്ക് ഉള്ളൊരു ഹൈക്കിംഗ് ആണെങ്കിൽ പോലും ഒത്തിരി പേരാണ് ഈ ഫാൾസ് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആ ചാടി കുളിച്ച ഫാൾസിൻ്റെ അവിടെ നിന്ന് ഒരു 1.8 മൈൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു ഫാളും കൂടി ഉണ്ട്, വെർജിൻ ഫാൾ എന്ന് പറഞ്ഞിട്ട്. അത് ഇത്രയും വലുപ്പമില്ല, ഇതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ ഫാള്. ഈ ഫാളിൽ നിന്നാണ് ഈ ലേക്കിലേക്കുള്ള വെള്ളത്തിൻ്റെ മെയിൻ സോഴ്സ്. എന്തായാലും ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളമായിരുന്നു. പിന്നെ തണുപ്പ് മാത്രമുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും വെള്ളച്ചാട്ടത്തിലെ കുളിയും എല്ലാം കിടക്കി. ഇനി നേരെ തിരിച്ച് വണ്ടിയിലേക്ക്.